കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ദില്ലിയിൽ വീണ്ടും പ്രതിഷേധവുമായി കർഷക സംഘടനകൾ. യുപിയിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകർ പാർലമെന്റ് മാർച്ചിൽ അണിനിരന്നു. വൻ ബാരിക്കേഡുകൾ നിരത്തിയിട്ടും കർഷകരെ പ്രതിരോധിക്കാൻ പോലീസിനായില്ല. അതേസമയം പ്രശ്നപരിഹാരത്തിനായി അധികൃതർക്ക് കർഷകർ ഒരാഴ്ച സമയം അനുവദിച്ചു. കർഷകർക്ക് നൽകേണ്ട നഷ്ടപരിഹാരങ്ങളും ആനുകൂല്യങ്ങളും നൽകണം തുടങ്ങി 5ഓളം ആവശ്യങ്ങൾ ഉയർത്തിയാണ് യുപിയിൽ നിന്നുള്ള കർഷകർ ദില്ലിയിലേക്ക് മാർച്ച് നടത്തിയത്. 12 മണിയോടെ നോയിഡയിലെ മഹാമായ ഫ്ലൈ ഓവറിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് കർഷകർ അണിനിരന്നു. സംയുക്ത കിസാൻ മോർച്ച, ഭാരതീയ കിസാൻ പരിഷത്ത് തുടങ്ങി നിരവധി കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിനെ തടയാൻ 5000ഓളം പോലീസുകാരെയാണ് കേന്ദ്ര സർക്കാർ വിന്യസിച്ചത്. മാത്രമല്ല, നോയിഡ ദില്ലി അതിർത്തിയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. എന്നാൽ ബാരിക്കേഡുകൾ വകവയ്ക്കാതെ അതിനു മുകളിൽ കയറി കർഷകർ പ്രതിഷേധിച്ചു. भूमि कहाँ जाएंगे? 10% लेके रहेंगे, गरीबों को हम लेके रहेंगे। हमारा कुछ नहीं करा। कहाँ हम गरीब आदमी, तुम बताओ किस में रहे में? प्लॉट तो चाहिए, प्लॉट चाहिए बेटा, प्लॉट चाहिए हमें। 10% प्लॉट चाहिए, 10% प्लॉट, 64% मुआवजा, 2013 का कानून पास। हमारी यही मांग है अभी फिलहाल. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ അധികൃതരും കർഷകരുമായി നടത്തിയ ചർച്ചയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരാഴ്ച സമയം അനുവദിച്ചു. അതേസമയം ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ദില്ലി ചലോ മാർച്ച് പുനരാരംഭിക്കുമെന്ന് കർഷകർ അറിയിച്ചു. കർഷക പ്രതിഷേധത്തെ തുടർന്ന് ദേശീയപാത മണിക്കൂറുകളോളം സ്തംഭിച്ചു. ഡിസംബർ 6 മുതൽ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ കർഷകർ ദില്ലി ചലോ മാർച്ചിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാജ്യതലസ്ഥാനം വീണ്ടും ഒരു കർഷക പ്രക്ഷോഭത്തിന് വേദിയാവുകയാണ്. കർഷക വിരുദ്ധ നയങ്ങൾ പിന്തുടരുന്ന മോദി സർക്കാരിന് കനത്ത താക്കീത് കൂടിയാണ് കർഷകരുടെ ഈ പാർലമെന്റ് മാർച്ച്. ക്യാമറാമാൻ സഞ്ജയ്ക്കൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്.